ശതകോടീശ്വര പട്ടികയിലെത്തുന്ന ആദ്യ ഫുട്ബോളറായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ബ്ലൂംബർഗ് പട്ടിക പ്രകാരം സൂപ്പർ താരത്തിന് $1.4 ബില്യൺ, അതായത് 12,000-ലധികം കോടി രൂപയുടെ ആസ്തിയാണുള്ളത്. പോർച്ചുഗൽ നായകനെ ശതകോടീശ്വരനാക്കിയത് സൗദി ക്ലബ് അൽ നസറുമായുള്ള വമ്പൻ കരാറാണ്. അപ്പോൾ ആഷിഖ് റഹ്മാനുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട്. ആഷിഖേ, ഗുഡ് മോർണിംഗ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്രയും സമ്പാദ്യവുമായി ഒന്നാമതെത്തിയിരിക്കുകയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം. എങ്ങനെയാണ് ഈ ആസ്തി വിവരങ്ങളൊക്കെ? സേതു, ക്രിസ്ത്യാനോയെക്കുറിച്ച് നമുക്കറിയാം. എവിടെ പോയാലും അത് തൻ്റേതാക്കി മാറ്റുന്ന, തൻ്റെ ഇടം സ്വന്തമാക്കുന്ന ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് കളിക്കളത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഗോൾ നേട്ടത്തിൽ റെക്കോർഡുകൾ റൊണാൾഡോ പലപ്പോഴും കീഴടക്കിയിട്ടുണ്ട്. ഇപ്പോൾ സമ്പന്നരുടെ പട്ടികയിൽ കൂടി എത്തിക്കൊണ്ട് മറ്റൊരു റെക്കോർഡ് കൂടി കുറിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതായത് ബ്ലൂംബർഗിൻ്റെ പട്ടികയിൽ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോൾ താരം ഉൾപ്പെട്ടിരിക്കുന്നത്. 12,000-ലധികം കോടി രൂപയാണ് റൊണാൾഡോക്ക് നിലവിലുള്ള ആസ്തിയായിട്ട് ഇപ്പോൾ ബ്ലൂംബർഗ് പുറത്ത് വിടുന്നത്. അതിന് ഏറ്റവും പ്രധാനം അൽ നാസറുമായി അദ്ദേഹം പുതിയ കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ്. ആ കരാറിലൂടെ ഏകദേശം 3,500 കോടിയോളം രൂപയാണ് റൊണാൾഡോക്ക് ലഭിക്കുക. ഈ പണം കൂടി ചേർത്തുകൊണ്ടാണ് 12,000-ലധികം കോടി രൂപയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അൽ നാസറിലേക്ക് പോയ കരാർ ഏകദേശം 2,000 കോടിക്ക് മുകളിലാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയ കരാർ വെക്കുന്നത്. ഈ കരാർ, അതായത് അൽ നാസറിൽ കളിക്കാൻ തീരുമാനിച്ച ആ തീരുമാനമാണ് റൊണാൾഡോക്ക് ഇത്ര വലിയ സമ്പന്നത കൊണ്ടുവന്നതെന്ന് പറയേണ്ടി വരും. 2002 മുതൽ 2023 വരെ റൊണാൾഡോക്ക് ശമ്പള ഇനത്തിൽ മാത്രം 5,000 രൂപ ലഭിച്ചു. പക്ഷേ ഇത്രക്കധികം 12,000-ലേക്ക് ബാക്കി തുക എത്തിക്കാൻ പ്രധാനപ്പെട്ട കാരണം സ്പോൺസർഷിപ്പിന് പുറമെ അൽ നാസറുമായിട്ടുള്ള കരാറാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും പ്രധാനം, നമ്മൾ ഇനിയിപ്പോൾ ഒരു കമ്പാരിസണിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമതുള്ളത് മെസ്സിയാണ്. മെസ്സിക്ക് പക്ഷേ ഈ കാലയളവിൽ മൊത്തം കളിച്ചിട്ടും ആകെ ലഭിച്ചത് 5,500 കോടിയോളം രൂപയാണ്. നിലവിൽ ക്രിസ്ത്യാനോയ്ക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 10-1 മാത്രമാണ് മെസ്സിക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ സൗദി ലീഗിലേക്ക് റൊണാൾഡോ വരികയും സൗദി ലീഗിനെ വലിയൊരു ആഗോള ബ്രാൻഡാക്കി മാറ്റിയെടുക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞു. അങ്ങനെ ഉള്ള ഒരു താരത്തെ നിലനിർത്താൻ കൂടിയാണ് ഇത്ര വലിയ തുക നൽകിക്കൊണ്ട് അൽ നാസർ വീണ്ടും റൊണാൾഡോയ്ക്ക് ഒരു 2 വർഷ കരാർ നൽകിയിരിക്കുന്നത്. 40 വയസ്സുണ്ട് നിലവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. പക്ഷേ 42-ാം വയസ്സ് വരെ റൊണാൾഡോയ്ക്ക് കരാർ നൽകുന്നതിലൂടെ ഈ പ്രശസ്തി, ലീഗിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതോട് കൂടി തന്നെ ഈ ഫുട്ബോളും വലിയ രീതിയിൽ ജനപ്രീതി കൂടി വർദ്ധിപ്പിക്കാൻ സൗദി കഴിയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഓരോ മേഖലയിലും റൊണാൾഡോ വരുന്ന സമയത്തെല്ലാം അവിടെയെല്ലാം ഓരോ റെക്കോർഡുകൾ കുറിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് പോയി ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചു. പിന്നീട് ഇറ്റാലി ലീഗിൽ യുവെന്റസിലേക്ക് പോയി ചരിത്രം സൃഷ്ടിച്ചു. വീണ്ടും യുണൈറ്റഡിലേക്ക് തിരിച്ചുപോയി ചരിത്രം ഉണ്ടാക്കി. ഇപ്പോൾ അൽ നസറിലേക്ക് വന്നുകൊണ്ട് വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ.